ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഡെൻ ടീമിൽ നിന്നും ഋഷി, നെസ്റ്റ് ടീമിൽ നിന്നും സിജോ, ടണൽ ടീമിൽ നിന്നും ജാസ്മിൻ, ഇവര് 3 പേരിൽ ഒരാളായിരിക്കും ഇപ്പൊ പവർ ടീമിൽ കയറാൻ പോകുന്നത്. ജിൻഡോനെ നൈസായിട്ട് താഴ്ന്നിട്ടാണ് ജാസ്മിൻ കയറിയത്. പക്ഷെ ജിൻഡോ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ കൊടുത്തു, ഓരോ പോയിന്റുകൾ എടുത്തിട്ട്. ജാസ്മിൻ ഒട്ടും ഈസി ആയിട്ട് വിട്ടുകൊടുത്തില്ല. അത് കഴിഞ്ഞ് പവർ ടീം ഒന്നുകൂടെ ചർച്ച ചെയ്തു. പവർ ടീം ചർച്ച ചെയ്താണ് ഒരാളെ തെരഞ്ഞെടുത്തത്. ഗബ്രി ആദ്യം തന്നെ പറഞ്ഞു സിജോ കണ്ണിങ് ആണ്, ബ്രില്യൻ പ്ലെയർ ആണ് എന്നൊക്കെ. സ്വാഭാവികമായും ജാസ്മിനെയാണ് ഗബ്രി സജസ്റ്റ് ചെയ്തത് പവർ ടീമിൽ കയറാൻ. അപ്സര അവിടെയും ഇവിടെയും തൊട്ടാണ് എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് പിന്നെ സിജോയുടെ പേര് പറഞ്ഞു അവസാനം. ജാൻമുണിക്ക് അതില് ഋഷിനെയും ജാസ്മിനെയും 2 പേരെയും പവർ ടീമിൽ എടുക്കണം. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് സിജോ സെൽഫിഷ് ആണ് എന്നൊരു പോയിന്റ് ആണ്. പക്ഷെ ലാസ്റ്റ് ആയപ്പോ പവർ ടീമിൽ സിജോയ്ക്ക് 3 വോട്ട്. എങ്ങനെ ഇരിക്കണം? ജാസ്മിനും 3 വോട്ട്. ജാൻമുറി ഒരു ടൈ ബ്രേക്കറായി. അതിനുശേഷം ജാസ്മിനെ പവർ ടീമിലേക്ക് കയറ്റി. നിഷാന പവർ ടീമിൽ നിന്ന് ഔട്ടായി. എന്തായാലും ഇത് ബിഗ് ബോസിന്റെ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു. നിഷാന എന്ന കണ്ടസ്റ്റന്റിനെ നോമിനേഷനിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഒരു ട്വിസ്റ്റ് ബിഗ് ബോസ് കൊണ്ടുവന്നത്. ഈ സീസണിലാണ് ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ കളികൾ കളിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടാൻ നിഷാന ഡിസേർവിംഗ് അല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നോമിനേഷന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു പരിപാടി ബിഗ് ബോസ് ഒപ്പിച്ചത്. അതുകൊണ്ട് ജാസ്മിൻ ജാഫറിന് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടി. ജാസ്മിൻ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ ഏറ്റവും സ്ട്രോങ് ആണ് പുള്ളിക്കാരി. അത് ഒരു 1 വീക്ക് കൊണ്ട് തെളിയിച്ചും കഴിഞ്ഞു. നമുക്ക് നോക്കാം എങ്ങനെ ജാസ്മിൻ ഈ ഒരു പവർ ടീമിനെ മാറ്റിമറിക്കും എന്നത്. ഇതിനുശേഷം ബിഗ് ബോസ് മറ്റൊരു ട്വിസ്റ്റും കൂടെ കൊടുത്തു. ഫുൾ ട്വിസ്റ്റിന്റെ പെരുമഴയായിരുന്നു. പവർ ടീമാണ് ഇനി എല്ലാത്തിന്റെയും മേൽനോട്ടം. അവരിനി ജോലി ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വെസൽസിന് വേറെ ആളില്ല. കിച്ചൺ ടീം ഒറ്റ ഒരു യുണൈറ്റഡ് ടീമാണ്. അതൊരു ഗംഭീര ട്വിസ്റ്റ് ആയി പോയി. പിന്നെ ടീമും മാറില്ല, ഡ്യൂട്ടീസ് മാത്രമേ മാറത്തുള്ളൂ. നെക്സ്റ്റ് ടീമാണ് ഇപ്പോ കിച്ചൺ ടീം, ഡെൻ ടീമാണ് ഇപ്പോ ഫ്ലോർ ടീം, ടണൽ ടീമാണ് ഇപ്പോ വാഷ്റൂം ടീം. അങ്ങനെ ഡ്യൂട്ടീസ് എല്ലാവരുടെയും മാറ്റി, ടീം മാറിയില്ല. പിന്നെ റൂമുകൾ മാറണമെന്ന് ബിഗ് ബോസ് ചോദിച്ചിരുന്നു. അതും വേണ്ട എന്ന് എല്ലാവരും പറഞ്ഞു. ഇനിയാണ് നോമിനേഷൻ. അതൊരു പൊളിക്കും. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇത്രയുമായിരുന്നു ലൈവ് അപ്ഡേറ്റ്സ്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.